ആധുനിക തലമുറ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്ത അവസ്ഥ. ഇതൊക്കെ ആധുനിക തലമുറയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിന്റെ പ്രധാന കാരണം അമിത ലാളനയാണ്, ഓവർ പാമ്പറിംഗ് ആണ് ഒരു പ്രധാന കാരണം. ഈ അമിത ലാളനയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ലോങ് അവൈറ്റഡ് ചൈൽഡ് ആയിരിക്കാം. ഈ കുട്ടി കുറെ നാൾ കഴിഞ്ഞ് ഉണ്ടായ കുട്ടിയായിരിക്കും, അതായത് കല്യാണം കഴിഞ്ഞ് കുറെ ഒരു ഗ്യാപ്പിന് ശേഷം ഉണ്ടായ ഒരു കുട്ടിയായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെ താലോലിച്ച് ഒരുപാട് ലാളനയായിരിക്കും. എന്താണ്, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറയുന്ന രീതിയിൽ വളർത്തുമ്പോൾ ആ ഓവർ ലാളന കാരണം വരുന്ന പ്രശ്നങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. പിന്നീടുള്ളത് ഒരു കുട്ടി എന്നുള്ള ആ ഒരു പ്രശ്നം, അതായത് ഒറ്റക്കുട്ടിയാവുന്ന സമയത്ത് അമിത ലാളന ഉണ്ടാകും. അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ് ആണ് വളർത്തുന്നതെങ്കിൽ, അതായത് അച്ചമ്മ അല്ലെങ്കിൽ അച്ചച്ചൻ അല്ലെങ്കിൽ അമ്മമ്മ, അങ്ങനെയുള്ള ഗ്രാൻഡ് പാരൻസ് വളർത്തുന്ന കുട്ടികൾക്കും ആ ഒരു താലോലം കൂടുതലായിരിക്കും. അതായത് കുറ്റം ചെയ്താലും അവരെ അടിക്കാനൊന്നും സമ്മതിക്കാതെ അല്ലെങ്കിൽ ആ വഴക്ക് പറയാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി. അതേപോലെ തന്നെ സിംഗിൾ പാരന്റിങ് ആണെങ്കിൽ അങ്ങനെയും ഈ ഒരു ഓവർ പാമ്പറിങ് ഉണ്ടാകും. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ദോഷഫലം എന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയില്ല. എന്തിനും മറ്റുള്ളവരോട് ചോദിക്കണം. അമ്മ, ഞാൻ ഈ ഉടുപ്പ് ഇട്ടോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പാവാട ഇട്ടോട്ടെ, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ആരോടെങ്കിലും ചോദിച്ച് ചെയ്യുന്ന ഒരവസ്ഥ, സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ കുട്ടിക്കുണ്ടാവും. അതേപോലെ തന്നെ ഫിയർ ഓഫ് മോക്കിംഗ് അതേഴ്സ്, മറ്റുള്ളവർ കളിയാക്കുന്നുള്ള പേടി. ആ മറ്റുള്ളവരുടെ കളിയാക്കൽ പേടിച്ച് ഈ കുട്ടിയെ സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല. എല്ലാം അമ്മ പറയുന്ന പോലെ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കളിപ്പാവ് പോലെ തുള്ളുന്ന ഒരു കുട്ടിയായി മാറുന്നു. ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, കുട്ടിയെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാം. ഒരു സെറ്റ് ടൈം കൊടുക്കുക, അതായത് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവൻ്റെ സ്ഥിരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അവന് അവൻ്റേതായിട്ടുള്ള ഒരു സ്പേസും ആ ഒരു ടൈമും കൊടുക്കുക. അവൻ്റെ കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ ചെയ്തോട്ടെ, അതിന് വേണ്ടിയിട്ടൊരു ടൈം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ അമിത ലാളന മൂലം നമുക്കറിയാം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അമിത ലാളന കാരണമാണ്. അതായത് അമിത ലാളന മൂലം ചെയ്ത തെറ്റിനെ മറച്ചു വെക്കും. അതായത് ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ഇത് ചെയ്ത് തെറ്റാണ്, കുഴപ്പമില്ല പോട്ടെ എന്നും പറഞ്ഞ് സാരമില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് തെറ്റേതാ ശരിയേതാന്ന് മനസ്സിലാകാത്ത അവസ്ഥ വരും. അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അതേസമയം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അന്നേരമുള്ള വിഷമേ ഉള്ളൂ, പിന്നീട് അത് കുട്ടിക്ക് തെറ്റാണെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് വരും. ആ കുട്ടി നല്ല കുട്ടിയായിട്ട് മാറുകയും ചെയ്യും. ഹാവ് എ നൈസ് ഡേ.